ഹായ് ഡിയേഴ്സ്, വെൽക്കം ബാക്ക്. ഇന്ന് ഞാൻ ഒരു ബിരിയാണി റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത്. പൊരിച്ച കോഴിയുടെ ബിരിയാണി ആരെങ്കിലും ഈ ഒരു രീതിയിൽ ഉണ്ടാക്കിയിട്ടില്ലെങ്കിൽ വീഡിയോ ഫുള്ളായിട്ട് തന്നെ കാണുക, ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. വീട്ടിൽ ഗസ്റ്റൊക്കെ വന്നാൽ ഈ ഒരു റെസിപ്പി തന്നെ നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. സിമ്പിളായിട്ട് നമ്മൾ ടോട്ടലി ബിരിയാണി വെക്കുന്നതിലും ഏറ്റവും സിമ്പിളായിട്ടാണ് കേട്ടോ ചെയ്തിട്ടുള്ളത്. ഉള്ളിയൊക്കെ വഴറ്റിയെടുക്കാനായിട്ട് നമ്മൾ ഒരുപാട് ടൈം വേസ്റ്റ് ആക്കുന്നില്ലേ, ഇതിൽ ഉള്ളി വഴറ്റിയെടുക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഞാൻ ഇവിടെ ചിക്കൻ എടുത്തത് 3/4 കിലോളം തന്നെ ഉണ്ട്. ഈ ഒരു വലിപ്പത്തിൽ നിങ്ങൾക്ക് എടുക്കുന്നില്ലെങ്കിൽ ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് എടുക്കാം കേട്ടോ. ഞാൻ ഇതാ വലിയ പീസായതുകൊണ്ട് തന്നെ വരഞ്ഞു കൊടുക്കുകയും ചെയ്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1.5 ടീസ്പൂണ് മുളക് പൊടി ചേർത്ത് കൊടുക്കുക, 1 ടീസ്പൂണ് ഉപ്പ്, ഒരു ലെമണിൻ്റെ ജ്യൂസ് മുഴുവനായിട്ടും ഇതിലേക്കൊന്ന് പിഴിഞ്ഞൊഴിച്ച് കൊടുക്കുകയും ചെയ്യാം. എന്നിട്ട് നല്ല പോലെ തന്നെ ഒന്ന് മിക്സ് ചെയ്ത് മാറ്റി വെക്കാം. നിങ്ങൾക്കിതിലേക്ക് ഇനിയും എരിവ് മുളക് പൊടിയുടെ ആവശ്യമുണ്ടെങ്കിൽ എക്സ്ട്രാ മുളക് പൊടി ചേർക്കാം കേട്ടോ. ഞാൻ ഇത് കുട്ടികൾ കഴിക്കുന്നതുകൊണ്ട് തന്നെ മാക്സിമം എരിവ് കുറച്ചിട്ട് തന്നെയാണ് ചെയ്തിട്ടുള്ളത്. പിന്നെ നമുക്ക് വേണ്ടത് ഈ ഒരു അളവിലുള്ള വെളുത്തുള്ളി, പച്ചമുളക്, ഇഞ്ചിയാണ്. പച്ചമുളകിൻ്റെ കാര്യത്തിലും നേരത്തെ പറഞ്ഞ പോലെ തന്നെയാണ് എരിവ് നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് എടുക്കുക. 3 കപ്പ് അരിയാണ് ഞാൻ ഇവിടെ ഉണ്ടാക്കുന്നത്. അതുകൊണ്ട് തന്നെ 3 ഉള്ളി എടുത്ത് നേരിയതായിട്ട് കട്ട് ചെയ്തിട്ടുണ്ട്. ഇത് ഫ്രൈ ചെയ്തെടുക്കാനുള്ളതാണ്, അതുകൊണ്ട് നേരിയതായിട്ട് തന്നെ കട്ട് ചെയ്യുക. അതുപോലെ തന്നെ 3 തക്കാളിയും കൂടി എടുത്ത് കട്ട് ചെയ്ത് വെക്കുക. പിന്നെ നമുക്ക് ചിക്കൻ ഫ്രൈ ചെയ്യാനായിട്ട് തുടങ്ങാം. ഒരു പാത്രത്തിലേക്ക് ആവശ്യത്തിന് ഓയിൽ ഒഴിച്ചെടുക്കുക. നമ്മുടെ ചിക്കൻ ഓരോന്നായിട്ട് നിരത്തി കൊടുക്കുക. ഇതൊന്ന് കറക്റ്റ് ഫ്രൈ ആയി കിട്ടിയാൽ ഒരു പ്ലേറ്റിലേക്ക് ഇത് ഓയിലിൽ നിന്നും മാറ്റി കൊടുക്കാം. ഇനി നമുക്ക് ചെയ്യാനുള്ളത് ഉള്ളി ഫ്രൈ ചെയ്തെടുക്കുകയാണ്. അതിനായിട്ട് ഇതാ ഒരു ചീനച്ചട്ടിയിൽ ഞാൻ ഓയിൽ ഒഴിച്ചിട്ടുണ്ട്. ഉള്ളി കൈവച്ച് നല്ല പോലെ ഇങ്ങനെ സ്പ്രെഡാക്കി സെപ്പറേറ്റ് ആക്കിയതിന് ശേഷം മാത്രം ഓയിലിലേക്ക് ഇട്ട് കൊടുക്കുക. നല്ല ഗോൾഡൻ ബ്രൗൺ കളർ ആകുന്നത് വരെ ഫ്രൈ ചെയ്തെടുക്കുക. ഓയിൽ നല്ല പോലെ വാർത്തെടുത്തതിന് ശേഷം പ്ലേറ്റിലേക്ക് മാറ്റി കൊടുക്കുക. ആവശ്യത്തിന് എണ്ണ ഒഴിച്ച് എണ്ണ ഒന്ന് ചൂടായാൽ കയ്യിലൊന്ന് സ്പ്രെഡാക്കിയതിന് ശേഷം മാത്രം ഉള്ളി ഇട്ട് കൊടുക്കുക. അതിന് ശേഷം ഈ ഒരു ഗോൾഡൻ ബ്രൗൺ കളർ ആയാൽ ഉള്ളിയൊക്കെ ഓയിൽ നല്ല പോലെ തന്നെ കളഞ്ഞതിന് ശേഷം എടുക്കുക. എല്ലാം ഫ്രൈ ചെയ്ത് ഒരു പ്ലേറ്റിലേക്ക് മാറ്റിയിട്ടുണ്ട്. ആ ഒരു ഓയിലിലേക്ക് തന്നെ കാഷ്യൂ നട്ട്സും കിസ്മിസും നമുക്ക് വറുത്ത് കോരാം. കാഷ്യൂ ഇട്ട് കൊടുത്ത് അത് ഒന്ന് ഫ്രൈ ആയതിന് ശേഷം കിസ്മിസും കൂടി ഇട്ട് കൊടുത്തു. കിസ്മിസ് പെട്ടെന്ന് തന്നെ നമ്മൾ കോരി മാറ്റണം. ഈ ഒരു പൊന്തി വന്ന ടൈമിൽ തന്നെ കോരി മാറ്റണം കേട്ടോ. അതെല്ലാം കൂടി അവിടെ മാറ്റി വെച്ച് നമ്മൾ ഇനി ചെയ്യേണ്ടത് ഫ്രൈ ചെയ്ത ഉള്ളിയില്ലേ, അതിൽ നിന്ന് ഒരു കാൽഭാഗമല്ല, നമ്മുടെ ഒരു കയ്യിൽ പിടിയിൽ ഒതുങ്ങുന്നത്രയും അവിടെ മാറ്റി വെക്കുക. അതെന്തിനാണെന്ന് വെച്ചാൽ നമ്മൾ ദം ചെയ്യില്ലേ, അപ്പോഴൊന്ന് ഇട്ട് കൊടുക്കാൻ വേണ്ടിയിട്ടാണ്. ബാക്കിയുള്ളത് കൈ വെച്ച് പൊടിച്ച് അവിടെ മാറ്റി വെക്കാം. ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകും ഇത് ഈ ഒരു ലെവലിൽ വേണം ചതച്ചെടുക്കാനായിട്ട്. നല്ല പോലെ പേസ്റ്റാക്കി എടുക്കാൻ പാടില്ല കേട്ടോ. ഇനി നമ്മൾ മസാല ഉണ്ടാക്കാനായിട്ട് ഒരു പാത്രം എടുക്കുക. അതിലേക്ക് 1.5 ടീസ്പൂണ് വെളിച്ചെണ്ണ ഒഴിക്കുക. നമ്മൾ ചതച്ച് വെച്ച ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റിൽ അതിട്ട് കൊടുത്ത് അതിൻ്റെ പച്ചമണം മാറുന്നത് വരെ ഒന്ന് വഴറ്റി കൊടുക്കുക. പിന്നെ കട്ട് ചെയ്ത് വെച്ച തക്കാളിയും കൂടി ഇട്ട് കൊടുക്കുക. തക്കാളി ഇട്ട് കൊടുത്ത് ആവശ്യത്തിന് ഉപ്പും കൂടി ഇട്ട് കൊടുത്ത് ഒന്ന് അടച്ച് വെച്ച് കൊടുക്കുക. ഒരു 5 മിനിറ്റോളം തന്നെ അടച്ച് വെച്ചെടുക്കും. ഓപ്പൺ ആക്കുമ്പോഴത്തേക്കും നമ്മളെ തക്കാളി അടിപൊളിയായിട്ട് തന്നെ വെന്തിട്ടിട്ടുണ്ടാവും. നല്ല പോലെ തവി വെച്ച് ഉടച്ചെടുക്കുക. അതിനുശേഷം നമ്മൾ കൈ വെച്ച് പൊടിച്ചു കൊടുത്തില്ലേ ആ ഫ്രൈ ചെയ്ത ഉള്ളി, അതും കൂടി ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. ജസ്റ്റ് ഒരു മിനിറ്റൊക്കെ ഒന്ന് വെയിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇനി ഇതിട്ട് കൊടുക്കേണ്ടത് മല്ലിയിലയും പുതിനയിലാണ്. മുഴുവനായിട്ടും നമ്മൾ കട്ട് ചെയ്ത് വെച്ചില്ലേ അതിട്ട് കൊടുക്കാൻ പാടില്ല. കുറച്ച് അവിടെ ദം ചെയ്യാനായിട്ട് ബാലൻസ് വെക്കണം കേട്ടോ. അതും കൂടി ഇട്ട് കൊടുത്തതിന് ശേഷം നമുക്ക് ഫ്രൈ ചെയ്തെടുത്ത ചിക്കൻ ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഫ്രൈ ചെയ്ത ചിക്കനും കൂടി ഇട്ട് കൊടുത്ത് നല്ല പോലെ തന്നെ മിക്സ് ചെയ്ത് കൊടുക്കുക. നമ്മുടെ ഉള്ളി മസാലയും ചിക്കനിലേക്ക് പിടിക്കുന്ന വിധത്തിൽ തന്നെ മിക്സ് ചെയ്ത് കൊടുക്കുക. 2-3 മിനിറ്റെങ്കിലും ഈ ഒരു മിക്സ് ചെയ്തതിന് ശേഷം ഇതിങ്ങനെ തന്നെ വെക്കണം. ഇനി ഇതിലേക്ക് ചേർക്കേണ്ടത് 1 ടേബിൾ സ്പൂൺ തൈരാണ്. അധികം പുളിയില്ലാത്ത തൈര് വേണം ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാനായിട്ട്. അഥവാ തൈര് നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ ഈ ഒരു ടൈമിൽ ഒരു ലെമണും കൂടി ചേർത്ത് കൊടുത്താൽ മതി.
തൈരും കൂടി ചേർത്ത് കൊടുത്ത് ഇത് നല്ല പോലെ തന്നെ ഒന്ന് മിക്സ് ചെയ്യുക. ഈ ഒരു ടൈമിൽ ഉപ്പൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കുക. ചിക്കൻ ഇട്ടതിന് ശേഷം ഉപ്പൊന്നും ചേർത്ത് കൊടുത്തിട്ടില്ല. ആവശ്യമാണെങ്കിൽ അതും കൂടി ഒന്ന് ചേർത്ത് കൊടുക്കുക. ഇനി ചേർത്ത് കൊടുക്കേണ്ടത് 1.5 ടീസ്പൂൺ ഗരം മസാലപ്പൊടിയാണ്. ഇതും കൂടി ചേർത്ത് മിക്സ് ചെയ്തതിന് ശേഷം നമ്മുടെ ബിരിയാണിയുടെ മസാല ഇവിടെ റെഡി ആയിട്ടുണ്ട്. ചേർത്ത് നല്ല പോലെ തന്നെ മിക്സ് ചെയ്ത് കൊടുക്കുക. ജസ്റ്റ് ഒരു 30 സെക്കൻഡ് ഇതൊന്ന് അടച്ചു വെച്ച് കൊടുക്കുക. നമ്മുടെ ഗരം മസാല ഇട്ട് കൊടുത്തതിന് ശേഷമാണ് അടച്ചു വെച്ച് കൊടുക്കേണ്ടത് കേട്ടോ. ഇനി ഇതും കൂടി റെഡിയായി കഴിഞ്ഞാൽ നമുക്ക് ചോറുണ്ടാക്കാനായിട്ട് തുടങ്ങാം. 3 കപ്പ് അരിയാണ് ഞാൻ ഇവിടെ എടുക്കുന്നത്. അരി ഇവിടെ കഴുകി ക്ലീൻ ആക്കിയിട്ട് കുതിർത്ത് വെള്ളമൊഴിച്ച് വെച്ചിട്ടുണ്ട്. അരമണിക്കൂറെങ്കിലും ഇതൊന്ന് കുതിർത്ത് വെച്ചതിന് ശേഷം ചോറ് ഉണ്ടാക്കുകയാണെങ്കിൽ പെർഫെക്റ്റ് ആയിട്ടുള്ള നല്ല അടിപൊളി ചോറ് തന്നെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. ഞാൻ ഇവിടെ 15 മിനിറ്റ് മാത്രമാണ് വെച്ചിട്ടുള്ളത്. ഈ ഒരു മെഷറിംഗ് കപ്പാണ് ഞാൻ അരി അളന്നെടുക്കാൻ ഉപയോഗിച്ചിട്ടുള്ളത്. 1 കപ്പ് അരിക്ക് 1.5 കപ്പ് വെള്ളം ഈ ഒരു കപ്പിൻ്റെ അളവിൽ തന്നെയാണ് എടുത്തത്. നിങ്ങൾ ഇനി ഏത് കപ്പിൻ്റെ അളവിലാണോ അരി എടുക്കുന്നത് ആ ഒരു കപ്പിൻ്റെ അളവിൽ തന്നെ വെള്ളം എടുക്കുക. ഇനി ചോറുണ്ടാക്കാനായിട്ടൊരു പാത്രം എടുത്തിട്ടുണ്ട്. 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തു. അതിലേക്ക് 1 ടേബിൾ സ്പൂൺ ഗീയും ഒഴിച്ചു കൊടുത്തു. രണ്ടൊന്ന് മിക്സ് ആയതിനു ശേഷം ബേ ലീഫ്, 3 ഏലക്കായ, 3 ഗ്രാമ്പു എന്നിവയിട്ടൊന്ന് റോസ്റ്റ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം നമുക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കാം. 1.5 കപ്പ് അളവിൽ 4.5 കപ്പ് വെള്ളം ഇവിടെ ഞാൻ എടുത്തിട്ടുണ്ട്. ഒഴിച്ചു കൊടുത്ത് അത് നല്ല പോലെ തന്നെ തിളച്ചതിന് ശേഷമാണ് നമുക്ക് അരി ഇട്ട് കൊടുക്കേണ്ടത്. അരിയും കൂടി ഇട്ട് തിളച്ചതിന് ശേഷം ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കുക. ഉപ്പ് നിങ്ങളുടെ ടേസ്റ്റ് നോക്കിയിട്ട് ഇട്ട് കൊടുക്കുക. എന്നിട്ടൊന്ന് അടച്ചു വെച്ച് കൊടുത്തതിന് ശേഷം വെള്ളം ഈ ഒരു ലെവലിലെത്തിയാൽ ഫ്ലെയിം കുറച്ച് വെക്കുക. ഫസ്റ്റിൽ വെള്ളം ഒഴിച്ചു കൊടുത്താൽ ഹൈ ഫ്ലെയിമിൽ തന്നെ വെക്കുക. അതിനുശേഷം ഈ ഒരു ലെവലിലെത്തിയാൽ ഫ്ലെയിം മീഡിയത്തിലേക്ക് മാറ്റാം. ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം നമുക്കൊന്ന് അടച്ചു വെച്ച് വെയിറ്റ് ചെയ്യാം. ഇനി ഓപ്പൺ ആക്കേണ്ടത് മുഴുവൻ വെള്ളവും വറ്റിക്കഴിഞ്ഞെന്ന് തോന്നിയാൽ ഓപ്പൺ ആക്കിയിട്ട് ഒന്നുകൂടി മിക്സ് ചെയ്ത് അടച്ചു വെച്ച് കൊടുക്കാം. ചോറ് കറക്റ്റ് പാകത്തിന് വെന്ത് കിട്ടിയിട്ടുണ്ട്. നമുക്കിനി ഇത് ദമ്മിടാം. അതിനായിട്ട് ഈ ചോറിൻ്റെ നേർപകുതി ഞാനൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുത്തതിന് ശേഷമാണ് ദമ്മിടുന്നത്. ഒരു ലെയറായിട്ട് മാത്രം ഞാൻ ഇത് ചെയ്തെടുക്കുന്നത്. അതിനായിട്ട് ചോറിലേക്ക് ഫസ്റ്റ് ലെയറിലേക്ക് നമ്മൾ എടുത്ത് വെച്ചിട്ടുള്ള ഐറ്റംസൊക്കെ ഇട്ട് കൊടുക്കുക. ഫ്രൈ ചെയ്ത ഒണിയൻ, കാഷ്യൂ, അതുപോലെ നമ്മുടെ ഇലകളിലെ കിസ്മിസ് എല്ലാത്തിൻ്റെയും കുറച്ച് മാത്രം ഇട്ട് കൊടുക്കുക. അതിനുശേഷം മസാല ഫുള്ളായിട്ട് ഇട്ട് കൊടുക്കുക. മസാല ഫുള്ളായിട്ട് ഇട്ട് കൊടുത്ത് ഒന്ന് സ്പ്രെഡാക്കി കൊടുത്തതിന് ശേഷം ബാക്കി ചോറും കൂടി ഇട്ട് കൊടുത്ത് ഫ്രൈ ചെയ്ത ഒണിയൻ, ഗരം മസാലപ്പൊടി, കിസ്മിസ്, കാഷ്യൂ, മല്ലിയില, പുതിനയില എന്നിവ ഇട്ട് കൊടുത്ത് ഇത് അടച്ചു വെച്ച് കൊടുക്കുക. അടച്ചു വെച്ച് കൊടുക്കുമ്പോൾ ഈ ഒരു പാത്രത്തിൻ്റെ ടോപ്പിൽ അതിൻ്റെ ഈ ഹോൾസ് എന്തെങ്കിലും വെച്ചൊന്ന് അടച്ചു കൊടുക്കുക. ആവിയൊട്ടും പുറത്ത് പോകാത്ത രീതിയിൽ തന്നെ വേണം ഇത് ദം ചെയ്തെടുക്കാനായിട്ട്. അതുപോലെ തന്നെ 25-30 മിനിറ്റ് എങ്കിലും ഇത് ലോ ഫ്ലെയിമിൽ വെച്ച് ചെയ്തെടുക്കേണ്ടതാണ്. ദം ചെയ്തതിന് ശേഷം ഞാൻ ടോപ്പ് ഓപ്പൺ ആക്കിയിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് സെർവ് ചെയ്യാം. നല്ല സ്മെല്ലുണ്ട് കേട്ടോ. എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. അതുപോലെ തന്നെ എൻ്റെ ഈ ഒരു വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യാത്ത ഏതെങ്കിലും ഫ്രണ്ട്സ് കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് എന്നെ സപ്പോർട്ട് ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഒക്കെ ഈ ഒരു ബിരിയാണി റെസിപ്പി ഷെയർ ചെയ്ത് കൊടുക്കുക. ഇന്നത്തെ എൻ്റെ ഈ റെസിപ്പി ഇവിടെ ഫുള്ളായിട്ടുണ്ട്. ഇനി വേറൊരു റെസിപ്പിയുമായി കാണുന്നത് വരെ എല്ലാവരോടും ബൈ ബൈ. താങ്ക്സ് ഫോർ വാച്ചിങ് മൈ വീഡിയോ.